ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. മനുഷ്യ ചരിത്രത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം വെളിപാട് പുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജീവിതം നയിക്കാൻ വായനക്കാരായ നമ്മൾ എല്ലാവരും തീക്ഷ്ണതയോടെ പരിശ്രമിക്കണം എന്നതാണ് ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിൻ്റെ ഉദ്ദേശ്യം. വെളിപാട് പുസ്തകത്തിലെ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയേണ്ടത്, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങളല്ല. ഇത് എന്നോട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ താളവും ദിശയും തെറ്റാതിരിക്കാൻ നേരിട്ട് പിതാവ് പുത്രനോടെന്ന പോലെ സംസാരിക്കുന്ന വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാന ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡാനിയലച്ചൻ. ഇന്ന് വെളിപാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് എപ്പിസോഡ് 40 ഈ 40 എപ്പിസോഡുകളിൽ മുടങ്ങാതെ നിങ്ങൾ ഈ വെളിപാട് പഠനത്തിൻ്റെ ഭാഗമായി വന്നതിനും തുടർന്നതിനും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് വെളിപാട് 14-12 കടക്കാം. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് നരകത്തെക്കുറിച്ചാണ്. ദൂതൻ നൽകുന്ന 3-ാമത്തെ ദൂതൻ നൽകുന്ന താക്കീത്, കലർപ്പില്ലാത്ത ക്രോധത്തിൻ്റെ വീഞ്ഞ്, തിരിച്ചു വരാത്ത നരകം, തീയും ഗന്ധകവും വർഷിക്കപ്പെട്ട സോദോം ഗൊമോറയെ സൂചിപ്പിച്ച നരകത്തെക്കുറിച്ചുള്ള വെളിപാട് പുസ്തകത്തിൻ്റെ താക്കീതുകൾ. ഇതെല്ലാം കണ്ട നമ്മളോട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ് എന്ന് ദൈവം വെളിപ്പെടുത്തി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഈ വാക്യം ശ്രദ്ധിക്കാതെ പോകരുത്. ഇവിടെയാണ് അനിവാര്യമായ ഈ വിധിയുടെയും തുടർന്ന് സംഭവിക്കാൻ പോകുന്ന ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത ഒരു യാത്രയുടെയും ഒരു വലിയ വിനാശം കൺമുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് കർത്താവിൻ്റെ വിശുദ്ധർക്ക് ആവശ്യമുള്ളത്. 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, യേശുവിലുള്ള വിശ്വാസം, ഫെയ്ത്ത് ഇൻ ജീസസ്. ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തു തരുന്ന അനുഗ്രഹങ്ങളിലുള്ള വിശ്വാസമല്ല. ക്രിസ്തുവിലൂടെ ഏതെല്ലാം ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കാം എന്ന വിശ്വാസമല്ല, മറിച്ച് ക്രിസ്തുവിൽ ആയിരിക്കാൻ സഹായിക്കുന്ന വിശ്വാസം, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സഹായിക്കുന്ന വിശ്വാസം, ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ സഹായിക്കുന്ന വിശ്വാസം, ഒടുവിൽ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടാനുള്ള, അതായത് ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഒരു വിശ്വാസം. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് അവൻ്റെ കൽപ്പനകളോടുള്ള വിധേയത്വം, ദൈവകൽപ്പനകൾ പാലിക്കാനുള്ള മനസ്സ്, ദൈവത്തെ അനുസരിക്കുന്നതിലുള്ള ആനന്ദം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത് ജീവിക്കുന്ന കപട ഭക്തരുടെ കൂട്ടത്തിൽപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കുക എന്നതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ എന്നും, ആ അർത്ഥം ദൈവം അരുളി ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പാലിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നും തിരിച്ചറിവുള്ളവരുടെ വിധേയത്വമാണ് വിശുദ്ധരുടെ ദൈവകൽപ്പനകൾ പാലിക്കാനുള്ള ആ സന്നദ്ധത. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഏതാണ്ട് 8500-ഓളം വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ടെന്ന്. 8500 ബൈബിളിലുള്ള ഏതാണ്ട് 8500-ഓളം വാഗ്ദാനങ്ങളും പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ. എല്ലാ വാഗ്ദാനങ്ങളും കർത്താവേ, അങ്ങ് അരുളി ചെയ്ത എല്ലാ പ്രോമിസസും എൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ എന്നെ സഹായിക്കണമേ. ഇത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ചൊരു ബാഹ്യപ്രേരണയുടെയോ പ്രചോദനത്തിൻ്റെയോ നിർബന്ധത്തിൻ്റെയോ ആവശ്യമില്ല. എന്നാൽ ഇതിനോട് ചേർത്ത് പ്രാർത്ഥിക്കേണ്ട രണ്ടാമത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ ഭൂമി വിട്ട് അങ്ങയുടെ പക്കലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് അങ്ങ് ആവശ്യപ്പെട്ട എല്ലാ കൽപ്പനകളും പാലിക്കാനുള്ള കൃപയും എനിക്ക് തരണമേ. ഐ നീഡ് ടു റിസീവ് ഓൾ യുവർ പ്രോമിസസ് ആൻഡ് ഐ ഷുഡ് ബി ഏബിൾ ടു കീപ്പ് ഓൾ യുവർ കമാൻഡ്മെൻറ്റ്സ്. ഇത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകേണ്ട പ്രാർത്ഥനകളിലൊന്നാണ്. എല്ലാ വാഗ്ദാനങ്ങളും പ്രാപിക്കണം,
എല്ലാ കൽപ്പനകളും അനുസരിക്കണം. ഒരു കൽപ്പന അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് എല്ലാ നിയമങ്ങളും നമ്മൾ തെറ്റിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ദൈവിക നിയമങ്ങൾ പാലിക്കാൻ, നിസ്സാരമായ കാര്യങ്ങൾ പോലും ദൈവം പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ, ദൈവകൽപ്പനകളെ ഒരിക്കലും ലാഘവ ബുദ്ധിയോടെ എടുക്കാതിരിക്കാൻ, കർത്താവ് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ഒരുപക്ഷെ പ്രായോഗികമായ പല കാര്യങ്ങൾക്കോ അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്ന് ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ പോലും ദൈവകൽപ്പനകൾ പ്രധാനപ്പെട്ടതായി കരുതി അനുസരിക്കാൻ ഒരു ഗൗരവതരമായ നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ വെളിപാട് പുസ്തകം ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് വിശുദ്ധരുടെ സഹനശക്തിയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. വിശുദ്ധർക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻഡ്യൂറൻസ്, സഹനശക്തി. പിശാച് കൊണ്ടുവരുന്ന താൽക്കാലികമായ ഞെരുക്കങ്ങളിൽ പതറിപ്പോകാത്ത ഒരു മനസ്സ്, പരാജയപ്പെട്ടു പോകാത്ത ഒരു മനസ്സ്, വിശ്വാസത്തെ കെടുത്തിക്കളയാൻ സാത്താൻ എയ്തുകൊണ്ടിരിക്കുന്ന കൂരമ്പുകളെ വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് ചെറുത്തു നിൽക്കാനുള്ള ഒരു കരുത്ത്. ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളെയും എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പിശാച് നമ്മളോട് പറയും, ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിന് നിന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ആ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതാണ്, നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണിത്. ഇങ്ങനെ നിരന്തരമായ കൂരമ്പുകൾ നമ്മുടെ ഹൃദയത്തിന് നേരെ എയ്തുകൊണ്ട് പിശാച് ഓരോ ദുരന്തവും എടുത്ത് ഉയർത്തി നമ്മുടെ മുമ്പിൽ വെച്ച് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസത്തെയും വിധേയത്വത്തെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് നമുക്ക് വിശുദ്ധർക്ക് സഹന ശക്തി ആവശ്യമായിരിക്കുന്നത്. കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ പീഡനമോ പട്ടിണിയോ എന്തു വന്നാലും ക്രിസ്തു യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഒരു ഉന്മാദിയെപ്പോലെ വിളിച്ചു പറയാനുള്ള വിശ്വാസത്തിൻ്റെ കരുത്താണ് ഈ സഹന ശക്തി. 13-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ്. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നുവെന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. കർത്താവിൽ മൃതി അടയുക, ഇതാണ് എഴുതാൻ പറഞ്ഞത്. യോഹന്നാനോട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം, എഴുതുക. എന്താണ് എഴുതേണ്ടത്? ഇപ്പോൾ മുതൽ കർത്താവിൽ മരിക്കുന്നവർ അനുഗ്രഹീതരാണ്. കർത്താവിൽ മൃതി അടയുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജഡപ്രകാരം മരിക്കുക എന്നതല്ല, മരിക്കുമ്പോൾ കർത്താവിൽ മരിക്കുക. പൗലോസ് അപ്പസ്തോലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് മരിക്കുക. ഹെബ്രായ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിച്ച് മരിക്കുക. അങ്ങനെ യേശുക്രിസ്തുവിൽ ഒരാൾ മരിച്ചാൽ അയാൾക്ക് ഉണ്ടാകുന്ന 2 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ബൈബിളിൻ്റെ ആരംഭ അധ്യായങ്ങൾ മുതൽ ബൈബിൾ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്, റെസ്റ്റ് അഥവാ വിശ്രമം. അവർക്ക് വിശ്രമം ലഭിക്കും. ഹെബ്രായ ലേഖനത്തിലാണ് പറയുന്നത്, കർത്താവിൽ വിശ്രമിക്കുന്നവർ അവിടുത്തെ പോലെ, കർത്താവ് നൽകുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവിടുത്തെ പോലെ അവരുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിക്കും. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിലുള്ള വിശ്രമം. വളരെ വിശദമായ ഒരാശയമാണിത്. ഒരുപാട് മണിക്കൂറുകളെടുത്ത് വിവരിക്കേണ്ട ഒരാശയം. നമ്മൾ പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ അത് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിശ്രമം എന്ന് പറയുന്ന ഈ ആശയം ദൈവം നൽകുന്ന നീണ്ടു നിൽക്കുന്ന നിരന്തരമായ സമാധാനത്തിൻ്റെ പേരാണത്. അതാണ് ദൈവം മക്കൾക്ക് ലഭിക്കുന്ന 1-ാമത്തെ സമ്മാനം. അതുമാത്രമല്ല, ഇത് ഒരു വിരുദ്ധ സത്യം കൂടി താരതമ്യപ്പെടുത്തി വേണം കാണാൻ. മൃഗത്തെ ആരാധിക്കുന്നവർക്ക് ഒരിക്കലും ആശ്വാസം ഉണ്ടാവുകയില്ല എന്ന് നേരത്തെ നമ്മൾ വായിച്ച ഒരു ഭാഗം ഓർക്കണം. മൃഗത്തിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവർക്ക് ഒരാശ്വാസവും ലഭിക്കില്ല എന്ന് പറഞ്ഞില്ലേ. എന്നാൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് മരിക്കുന്നവർക്ക് നിതാന്ത നിത്യ വിശ്രമം. രണ്ടാമത്തേത്, അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുമെന്ന് പറയുമ്പോൾ വിശുദ്ധരെ സംബന്ധിച്ച് അവരുടെ പുണ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെടുത്ത ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുത്ത ഓരോ നന്മ പ്രവൃത്തിയുടെയും സുഹൃതത്തിൻ്റെയും ആ പുണ്യങ്ങൾ, ആ വെർച്യു അവരെ അനുഗമിക്കും. ശരീരത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ഒന്നുകിൽ
പ്രതിഫലം സ്വീകരിക്കാൻ ഇടയാക്കും, അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇടയാക്കും. വാട്ട് എവർ ഈസ് ഡൺ ഇൻ അവർ ബോഡി ഈസ് ഐദർ റിവാർഡഡ് ഓർ പണിഷ്ഡ്. അതുകൊണ്ട് നമ്മൾ ശരീരത്തിൽ വളരെ ഗൗരവത്തോടെ ജീവിക്കേണ്ടതുണ്ട് എന്ന ഒരു താക്കീതും സൂചനയും ഒരു വാണിങ്ങുമാണ് ഇവിടെ നമുക്ക് നൽകപ്പെടുന്നത്. നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ പിന്തുടരും. അതുകൊണ്ടാണ് കൊറിന്തോസ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ തൻ്റെ ശാരീരികതയിൽ ചെയ്ത എല്ലാ നന്മ തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കാൻ, പ്രതിഫലം വാങ്ങാൻ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരേണ്ടവരാണ്. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി പറയേണ്ടതുണ്ട്. അപ്പസ്തോലിക സഭകൾ വിശ്വസിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി മനുഷ്യൻ വിശ്വാസത്താൽ മാത്രം, സോളാ ഫീദെ, ഫെയ്ത്ത് എലോൺ, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന അനേകം ക്രിസ്തീയ സമൂഹങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ട്. അവർ പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരുവൻ വിശ്വാസത്താൽ ആണ് നീതീകരിക്കപ്പെടുന്നത്, എന്നാൽ ആ വിശ്വാസം പ്രകടമാകേണ്ടത് അവൻ്റെ ക്രിസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ്. വി ആർ നോട്ട് ജസ്റ്റിഫൈഡ് ബൈ വർക്ക്സ്. പ്രവൃത്തികളാലല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, എന്നാൽ വി ആർ പണിഷ്ഡ് ബൈ വർക്ക്സ്. പ്രവൃത്തികളാലാണ് നമ്മൾ വിധിക്കപ്പെടുന്നത്. ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ്. നമ്മൾ ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടത്, പുതിയ സൃഷ്ടികളായി മാറിയത് നമ്മുടെ ഒരു പ്രവൃത്തികളുടെയും ഫലമല്ല, അത് വിശ്വാസത്താൽ മാത്രമാണ്. കാത്തലിക് തിയോളജി, കത്തോലിക്ക ദൈവശാസ്ത്രം അതിനെ പ്രാരംഭ നീതീകരണം എന്നാണ് വിളിക്കുന്നത്. അത് രക്ഷയുടെ തുടക്കമാണ്. രക്ഷയുടെ തുടക്കത്തിന് ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് സഭയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നത്. ക്രിസ്തുവിലൂടെ വന്ന ഈ രക്ഷ നമ്മുടെ കുഞ്ഞ് സ്വീകരിക്കുന്നതിന് ആ കുഞ്ഞിൻ്റെ ഒരു പ്രവൃത്തികളും ബാധകമല്ല. ആകെ ബാധകമായിരിക്കുന്നത് വിശ്വാസം മാത്രമാണ്. കുഞ്ഞിന് വിശ്വാസം ഏറ്റുപറയാൻ കഴിയാത്തതുകൊണ്ട് തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ട് അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച പാഠഭാഗം ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവരുന്ന മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കളുടെയും മാത്രമല്ല സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് ഈ കുഞ്ഞിനെ ദൈവം നീതീകരിക്കുന്നു എന്നതാണ് ശിശു സ്നാനത്തിൻ്റെ, ഇൻഫൻറ്റ് ബാപ്റ്റിസത്തിൻ്റെ പിന്നിലുള്ള ദൈവശാസ്ത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ മാത്രമാണ്. എന്നാൽ അവൻ അന്ത്യവിധിയിൽ വിധിക്കപ്പെടുന്നത് അവൻ്റെ വിശ്വാസം എങ്ങനെ പ്രവൃത്തികളിലൂടെ പ്രകടമായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു, ഉടുപ്പിച്ചില്ല. കാരാഗ്രഹത്തിലായിരുന്നു, വന്നു കണ്ടു, വന്ന് കണ്ടില്ല. എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നു, തന്നില്ല. ദാഹിച്ചു, കുടിക്കാൻ തന്നു, തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, എന്നെ സ്വീകരിച്ചു, സ്വീകരിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ പ്രവൃത്തികളൊന്നും തന്നെ ജഡത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയല്ല. യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രവൃത്തികളാണ്, വിശ്വാസിയുടെ പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് അതിന് പ്രതിഫലമുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ സമയപരിധി അനുവദിക്കുന്നില്ല. അപ്പോൾ വിശുദ്ധരെ അനുഗമിക്കുന്നത് അവരുടെ സൽപ്രവൃത്തികളാണ്. അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കും എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. ഈശോ പറഞ്ഞ ഒരു ഉപമയിൽ വിവാഹ വസ്ത്രം ധരിക്കാത്തവനെ പുറത്തെ അന്ധകാരത്തിലേക്ക് എറിയുക എന്നൊരു സൂചന കൂടിയുണ്ട്. എന്താണ് ഈ വിവാഹ വസ്ത്രം? അത് മനുഷ്യൻ്റെ സൽപ്രവൃത്തികളാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, ക്രിസ്തുവിൻ്റെ വിളി കേട്ടവർ തങ്ങളുടെ പുണ്യങ്ങളാകുന്ന സൽപ്രവൃത്തികളാകുന്ന ആ വിവാഹ വസ്ത്രം ധരിക്കാതെ ഇരുന്നാൽ അവർ രാജ്യത്തിൻ്റെ വിരുന്നിൽ നിന്ന്, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് ക്രിസ്തു തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ വെളിപാട് പുസ്തകത്തിലെ ഭാഗ്യങ്ങളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയുന്നതിനുള്ള ആധാരം 13-ാമത്തെ വാക്യമാണ്. അനന്തരം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്നൊരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. ഇങ്ങനെ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ബെയാറ്റിറ്റ്യൂഡ്സ് എന്ന വിധത്തിൽ വെളിപാടിലെ 7 സൗഭാഗ്യങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ 7 കാര്യങ്ങൾ ഒന്ന് ക്രമമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപാട് പുസ്തകത്തിലെ 7 സൗഭാഗ്യങ്ങൾ, ബെയാറ്റിറ്റ്യൂഡ്സ് ഇൻ റെവലേഷൻ. ഒന്നാമത്തേത് വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. വെളിപാട് 1:3. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും, ഈ പ്രവചനത്തിലെ വാക്കുകൾ പരിഷ്കരിച്ച ബൈബിളിൽ വായിക്കുന്നവനും എന്നാണ്, അതാണ് അതിൻ്റെ ശരി.
ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ വെളിപാടിലെ അനുഗ്രഹം വെളിപാട് 14:13 അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വെളിപാട് 16:15 16:15 ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഉണർന്നിരിക്കുന്നവൻ അനുഗ്രഹീതൻ. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ അനുഗ്രഹീതൻ. വെളിപാട് 16:15. ഇനി നാലാമത്തേത് വെളിപാട് 19:9 19:9 ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. നോക്കുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. വെളിപാട് 19:9. ഇനി അഞ്ചാമത്തേത് വെളിപാട് 20 വാക്യം 6 20:6 ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും. അവർ അവനോടുകൂടെ 1000 വർഷം വാഴുകയും ചെയ്യും. ആറാമത്തേത് വെളിപാട് പുസ്തകം 22:7 വാക്യമാണ്. വെളിപാട് 22:7 ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ അനുഗ്രഹീതൻ. അവസാനത്തേത് ഏഴാമത്തേത് വെളിപാട് 22:14 വെളിപാട് 22:14 ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ അനുഗ്രഹീതർ. ഇങ്ങനെ 7 ഭാഗ്യങ്ങൾ, 7 സൗഭാഗ്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ വിവരിക്കപ്പെടുന്നത്. ഇങ്ങനെ 7 ഭാഗ്യങ്ങൾ. നമ്മൾ ഈ അധ്യായത്തിൽ ഇനി കുറേ കൂടി വാക്യങ്ങൾ 14 മുതലുള്ള വാക്യങ്ങൾ കൂടി തീരാനുണ്ട്. അത് കുറച്ച് സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് വിവരിക്കുന്നതാണ്. ശ്രദ്ധാപൂർവമായ വെളിപാട് പുസ്തകത്തിൻ്റെ വായന നമുക്ക് അനുഗ്രഹം കൊണ്ടുതരും എന്ന് ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പഠനത്തിൽ പങ്കുചേരുന്നത് നിങ്ങൾക്ക് വലിയ ആത്മീയ അനുഗ്രഹം, പ്രതിഫലം ലഭിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. എന്നെയും നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനകളിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.